ഹലോ, വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്പീഡ്, ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന ഭാഗത്ത് നിന്നും ചോദിച്ചിട്ടുണ്ടായിരുന്ന പ്രീവിയസ് ഇയർ ചോദ്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പൊ നമ്മളൊരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ അതേ ടോപ്പിക്കിൽ നിന്നും മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കുറേ ചോദ്യങ്ങൾ ഒരുമിച്ച് ചെയ്ത് പഠിക്കുമ്പം ആ ടോപ്പിക്കിൽ നമുക്കൊരു കോൺഫിഡൻസ് ഒക്കെ വരും അല്ലേ. അപ്പൊ അതുപോലെ നമ്മൾ ആ ഒരു ടോപ്പിക്കിനകത്ത് നിന്നും മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന PSC ചോദ്യങ്ങൾ, പരമാവധി ചോദ്യങ്ങൾ ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ അത്രയും ക്വസ്റ്റ്യൻസ് ഇന്ന് ഡിസ്കസ് ചെയ്യും. അപ്പൊ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ നമ്മുടെ LGS മെയിൻസിന് തയ്യാറെടുക്കുന്ന കുട്ടികളും അതുപോലെ തന്നെ LD ക്ലർക്ക് 2024 തയ്യാറെടുക്കുന്ന കുട്ടികൾക്കും ഒക്കെ തന്നെ ഈ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സ്പീഡ്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്. അപ്പൊ നമുക്കറിയാം ഈ സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേഗതയാണ്. ടൈം എന്ന് പറഞ്ഞാൽ സമയം, ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ദൂരം. അപ്പൊ ഈ വേഗതയും ദൂരവും സമയവും കൂടെ ബന്ധിപ്പിച്ച് നമുക്ക് ഒരേ ഒരു ഇക്വേഷനെ പഠിക്കാനുള്ളൂ. അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ മുഴുവൻ ഉപയോഗിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ എന്താണത്? സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേഗത. വേഗത എന്ന് പറഞ്ഞാൽ എന്താണ്? ദൂരത്തിനെ സമയവുമായിട്ട് ഹരിക്കുന്നതിന് തുല്യമാണ്. ഓക്കെ, അപ്പൊ സ്പീഡ് അല്ലെങ്കിൽ വേഗത എന്ന് പറഞ്ഞാൽ ദൂരത്തിനെ സമയവുമായിട്ട് ഹരിക്കുക. എപ്പോഴും ദൂരത്തിനെയാണ് ഹരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിൽ ഉറപ്പിച്ചു വെക്കണം കേട്ടോ. ദൂരത്തിനെയാണ് നമ്മൾ ഹരിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് നമ്മൾ പറയും. ഡിസ്റ്റൻസിനെ ടൈമുമായിട്ട് ഹരിച്ചാൽ എന്ത് കിട്ടും? വേഗത അല്ലെങ്കിൽ സ്പീഡ് കിട്ടും. ഇനി അങ്ങനെയാണെങ്കിൽ എനിക്ക് സമയമാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിലോ? സമയം കാണാൻ സമയത്തിനെ ഇങ്ങോട്ട് വിട്ടു, സ്പീഡിനെ അങ്ങോട്ട് വിട്ടു. കണ്ടോ, ദൂരത്തിനെ വേഗതയുമായിട്ട് ഹരിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? സമയം കിട്ടും. ഞാൻ പറഞ്ഞ മനസ്സിലായോ? രണ്ട് കേസിൽ നമ്മൾ ആരെയാ ഹരിക്കുന്നേ? ദൂരത്തിനെയാണ് ഹരിക്കുന്നത്. ഒന്നെങ്കിൽ താഴെ സമയമായിരിക്കും, അല്ലെങ്കിൽ താഴെ വേഗതയായിരിക്കും. ഇനി നേരെ മറിച്ച് നമുക്ക് ദൂരമാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിലോ? ദൂരത്തിനെ അവിടെ തന്നെ വെക്കുക, സമയത്തിനെ തൊട്ടപ്പുറത്തോട്ട് വിടുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ദൂരമാണ് കാണേണ്ടതെങ്കിൽ സമയത്തിനെ വേഗതയുമായിട്ട് എന്ത് ചെയ്യുക? ഗുണിക്കുക. കണ്ടോ, അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ മുഴുവൻ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പൊ സ്പീഡ് അല്ലെങ്കിൽ വേഗത എന്ന് പറഞ്ഞാൽ ദൂരത്തിനെ സമയവുമായിട്ട് ഹരിക്കുക. ഇനി സമയം എന്ന് പറഞ്ഞാലോ? ദൂരത്തിനെ വേഗതയുമായിട്ട് ഹരിക്കുക. ദൂരം കാണാനാ പറയുന്നെങ്കിലോ സമയവും വേഗതയും തമ്മിൽ അങ്ങ് ഗുണിക്കുക. ഇൻ എഫക്റ്റ് നിങ്ങൾക്ക് ഈ ഒരൊറ്റ ഇക്വേഷൻ അറിയാമെങ്കിൽ തന്നിരിക്കുന്ന ആൾക്കാരെല്ലാം എഴുതി കൊടുക്കുക. ഒരാളെ തന്നിട്ടുണ്ടാവില്ല, അയാളെ കണ്ടുപിടിക്കുക. ഈ ഒറ്റ ഇക്വേഷൻ തന്നെ നമ്മൾ മാറിയും മറിച്ചും ഒക്കെ എഴുതി വെച്ചേക്കുന്നതാണ് ഇത്. അപ്പോൾ ബേസിക് ഇക്വേഷൻ പഠിച്ചു വെക്കുക. ദൂരത്തിനെ എപ്പോഴും ഹരിക്കണം. അതങ്ങ് മനസ്സിൽ ഉറപ്പിച്ച് വെക്കുക കേട്ടോ. അപ്പോൾ ദൂരത്തിനെ നമ്മൾ ഹരിക്കണം. ദൂരം മുകളിൽ വന്നാൽ സമയം താഴെ വരാം, വേഗത താഴെ വരാം. ഇനി ദൂരമാണ് കാണേണ്ടതെങ്കിലോ രണ്ടുപേരെയും കൂടെ തമ്മിൽ അങ്ങ് ഗുണിച്ചാൽ മതി. വേഗതയും സമയവും തമ്മിൽ ഗുണിച്ചാൽ ദൂരം കിട്ടും. കാര്യമൊക്കെ മനസ്സിലായല്ലോ അല്ലേ? ഇനി നമുക്ക് ഇതിന്റെ ചോദ്യങ്ങൾ ചെയ്ത് തുടങ്ങാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ഒരു കാറിന്റെ ശരാശരി വേഗത 84 km/h ആണ് കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ശരാശരി വേഗത തന്നിട്ടുണ്ട്. എന്താണ് ശരാശരി വേഗത എന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പൊ വേഗത എത്രയാണ് തന്നിരിക്കുന്നത്? 84 km/h. km/h എന്ന് പറഞ്ഞാൽ 84 കിലോമീറ്റർ ഒരു മണിക്കൂറിൽ സഞ്ചരിക്കുന്നു. ഈ പെർ എന്ന് പറഞ്ഞാൽ ഒരു എന്നാണ് അർത്ഥം കേട്ടോ. ഒരു മണിക്കൂറിൽ, അവർ എന്ന് പറഞ്ഞാൽ മണിക്കൂർ, ഒരു മണിക്കൂറിൽ എത്ര കിലോമീറ്റർ സഞ്ചരിക്കും? 84 കിലോമീറ്റർ സഞ്ചരിക്കും. വളരെ സ്പീഡ് കുറഞ്ഞ ഒരു കാറാണ് അല്ലേ? അങ്ങനെ ആണെങ്കിൽ ഒരു മിനിറ്റിൽ ഈ കാർ എത്ര ദൂരം മുന്നോട്ട് പോകും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു മിനിറ്റിൽ ഈ കാർ എത്ര ദൂരം മുന്നോട്ട് പോകും? എങ്ങനെ കണ്ടുപിടിക്കാം? നോക്കിക്കേ, 84 കിലോമീറ്റർ ഒരു മണിക്കൂറിൽ സഞ്ചരിക്കുന്നു. ഇതല്ലേ ഇതിന്റെ അർത്ഥം? അങ്ങനെയാണെങ്കിൽ ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റ് ആണ്? 60 മിനിറ്റ് അല്ലേ ഒരു മണിക്കൂർ എന്ന് പറയുന്നത്? നമുക്കറിയാം അല്ലേ? 60 മിനിറ്റ് ആണ് ഒരു മണിക്കൂർ എന്ന് പറയുന്നത്. അപ്പൊ 60 മിനിറ്റിൽ എത്ര കിലോമീറ്റർ സഞ്ചരിക്കും? 84 കിലോമീറ്റർ ആണ് സഞ്ചരിക്കുന്നത്. ഇനി എനിക്ക് ഒരു മിനിറ്റിന്റെ കാര്യമല്ലേ കണ്ടുപിടിക്കണ്ടേ? പക്ഷെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ട്. നമുക്ക് തന്നിരിക്കുന്ന ഉത്തരം എന്തിലാണ്? മീറ്ററിലാണ്. നമ്മൾ ഓപ്ഷൻസ് നോക്കിയാൽ കാണാം അല്ലേ? എല്ലാം മീറ്ററിലാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ കിലോമീറ്ററിനെ എന്താക്കി മാറ്റണം? മീറ്റർ ആക്കി മാറ്റണം. അപ്പം 1000 മീറ്റർ ആണ് ഒരു കിലോമീറ്റർ. ശരിയല്ലേ? ഒരു കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മീറ്റർ ചേരുന്നതാണ്.
അപ്പോൾ 1 കിലോമീറ്ററിന് പകരം എനിക്ക് എന്ത് എഴുതി കൊടുക്കാം? ഇവിടെ 1000 മീറ്റർ എന്ന് എഴുതാം. ഇപ്പൊ 84 അവിടെ ഉണ്ട്, അതവിടെ കിടന്നോട്ടെ. ഇൻറ്റു 1 കിലോമീറ്റർ എത്ര മീറ്റർ ആണ്? 1000 മീറ്റർ ആണ്. കണ്ടോ? അപ്പൊ ഞാൻ കിലോമീറ്ററിനെ എടുത്ത് കളഞ്ഞു, അവിടെ എന്ത് കൊണ്ടുവന്നു? മീറ്റർ കൊണ്ടുവന്നു. ഇനി ഇവിടെ ഞാൻ മീറ്ററിൽ എനിക്ക് ആൻസർ കിട്ടി, പ്രശ്നമൊന്നുമില്ല. ഇനി നോക്കിക്കേ, 60 മിനിറ്റിലാണ് ഇത്രയും മീറ്റർ പോകുന്നത്. 1 മിനിറ്റിൽ എത്ര ദൂരം പോകും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എനിക്ക് ഇവിടെ 1 ആക്കണമെങ്കിൽ മുകളിൽ കിടക്കുന്ന അതേ സംഖ്യ വെച്ച് താഴെ ഹരിക്കുക. മനസ്സിലായോ? മുകളിൽ തന്നിരിക്കുന്ന അതേ സംഖ്യയെ താഴെ ഹരിച്ചാൽ എന്ത് ചെയ്യും? രണ്ടും വെട്ടിപ്പോയിട്ട് നമുക്ക് 1 എന്ന് കിട്ടും. അപ്പോൾ 1 മിനിറ്റിൽ എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? തന്നിരിക്കുന്ന ടൈമിനെ മുകളിൽ കിടക്കുന്ന അതേ സംഖ്യ വെച്ച് താഴെ ഹരിക്കുക. ഇവിടെ 60 ആയതുകൊണ്ട് ഞാൻ ഇവിടെ 60 വെച്ച് ഹരിച്ചു. ഇനി ഒരു സൈഡിൽ നമ്മൾ എന്തെങ്കിലും വെച്ച് ഹരിക്കുകയോ ഗുണിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ തൊട്ടപ്പുറത്തെ സൈഡിൽ നമ്മൾ അതേ സംഖ്യ വെച്ച് ഹരിക്കുകയോ ഗുണിക്കുകയോ ഒക്കെ ചെയ്യണം. ഇവിടെ ഞാൻ 60 ഹരിച്ചാൽ ഇവിടെയും ഞാൻ എന്ത് ചെയ്യണം? 60 ഹരിക്കണം. ഓക്കെ, രണ്ട് സൈഡിൽ നമ്മൾ 60 ഹരിച്ചു കൊടുത്തു. അപ്പം ഇത് രണ്ടും വെട്ടിപ്പോയി, 1 കിട്ടി. അപ്പോൾ 1 മിനിറ്റിന്റെ സമയം നമ്മൾ ശരിയാക്കി. 1 മിനിറ്റിൽ എത്ര ദൂരം പോകും? ഇത് സോൾവ് ചെയ്താൽ നമ്മളുടെ ഉത്തരമായി. ചെയ്യാലോ? ഈ 0 0 കൂടെ ഞാൻ അങ്ങ് വെട്ടിക്കളഞ്ഞു. 6ഉം 84ഉം കൂടെ വെട്ടാലോ? 6 ഗുണം 1 6 പോയിട്ട് ശിഷ്ടം 2. 2ഉം 4ഉം കൂടെ 24 ആകും. 6 ഗുണം 4 24. 14 ഗുണം 100. 14 ഗുണം 100 എത്ര വന്നു? 1400 മീറ്റർ എന്ന് നമുക്ക് ഉത്തരം കിട്ടി. ഓക്കെ, വളരെ സിമ്പിൾ ആയിരുന്നു. ജസ്റ്റ് തന്നിരിക്കുന്ന കാര്യങ്ങളെ അപ്പുറം ഇപ്പുറം എഴുതുക. 84 കിലോമീറ്റർ 1 മണിക്കൂറിൽ സഞ്ചരിക്കുന്നു. 1 മണിക്കൂർ എത്ര മിനിറ്റ്? 60 മിനിറ്റ്. ഞാൻ 60 എന്ന് ഇങ്ങോട്ട് എഴുതി കൊടുത്തു. അപ്പൊ കിലോമീറ്ററിനെ നമ്മൾ എന്ത് ചെയ്യണം? മീറ്റർ ആക്കണം. 1 കിലോമീറ്റർ 1000 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ 84 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 84,000 മീറ്റർ ആണ്. അപ്പൊ ഞാൻ 84,000 മീറ്റർ എന്ന് എഴുതി. ഇനി 1 മിനിറ്റിന്റെ ആണ് കാണേണ്ടത്. 60 മിനിറ്റിനെ 1 മിനിറ്റ് ആക്കാൻ എന്ത് ചെയ്യണം? 60 കൊണ്ട് ഹരിച്ചാൽ മതി, വെട്ടിപ്പൊക്കോളും. അപ്പൊ അവിടെ 60 ഹരിച്ചാൽ ഇവിടെയും നമ്മൾ 60 ഹരിക്കുക. സോ എല്ലാം വെട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഉത്തരം എന്ത് വരും? 1400 മീറ്റർ എന്ന് കിട്ടി. ഓക്കെ, ആൻസർ നോക്കാം. ആൻസർ എത്രയാണ്? ഓപ്ഷൻ സി, 1400 മീറ്റർ എന്ന് കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം നോക്കിക്കേ. രമ സ്കൂളിൽ നിന്നും 500 മീറ്റർ ദൂരം 3 മിനിറ്റ് കൊണ്ടും 800 മീറ്റർ ദൂരം 10 മിനിറ്റ് കൊണ്ടും സഞ്ചരിച്ച് വീട്ടിലെത്തി. എന്നാൽ രമ സഞ്ചരിച്ച ശരാശരി വേഗത എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നോക്കിക്കേ, രമ എത്ര ദൂരം സഞ്ചരിച്ചു? 500 മീറ്റർ സഞ്ചരിച്ചു. 500 മീറ്റർ ദൂരം സഞ്ചരിച്ചു. എത്ര മിനിറ്റ് കൊണ്ട്? 3 മിനിറ്റ് കൊണ്ട് സഞ്ചരിച്ചു. ഇനി രണ്ടാമത്തെ നോക്കിക്കേ, 800 മീറ്റർ ദൂരം സഞ്ചരിച്ചു. എത്ര സമയം കൊണ്ട്? 10 മിനിറ്റ് കൊണ്ട്. അങ്ങനെയാണെങ്കിൽ രമ സഞ്ചരിച്ച ശരാശരി വേഗത എത്ര എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ശരാശരി വേഗത എന്താണെന്ന് പറയാം. അതിന്റെ കൂടെ ഇവിടെ ഒരു കാര്യം കൂടെ പറയണം. എന്താണ്? നമുക്ക് തന്നിരിക്കുന്ന ഉത്തരം എന്തിലാണെന്ന് നോക്കിക്കേ, മീറ്റർ പെർ സെക്കൻഡിലാണ് തന്നിരിക്കുന്നത്. പക്ഷെ ഇവിടെ മീറ്ററും മിനിറ്റും ആണ് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? യൂണിറ്റിനെ മാറ്റാൻ പഠിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ആ 2 കാര്യം പഠിക്കാനുണ്ട്. ഒന്നാമത്തെ കാര്യം, മീറ്റർ പെർ സെക്കൻഡിലേക്ക് എങ്ങനെ മാറ്റണം. ഇവിടെ പക്ഷെ നമുക്ക് ആ പ്രശ്നം വരത്തില്ല. കാരണം ഒരു സൈഡിൽ മിനിറ്റിനെ മാത്രമേ മാറ്റേണ്ട ആവശ്യം വരുന്നുള്ളൂ. ചില സമയത്ത് നമുക്ക് കിലോമീറ്റർ പെർ അവറിനെ തന്നിട്ട് അതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കാൻ പറയും. അല്ലെങ്കിൽ മീറ്റർ പെർ സെക്കൻഡിനെ തന്നിട്ട് അതിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് ആക്കാൻ പറയും. ഏത് രീതിയിൽ വേണമെങ്കിലും ചോദിക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ശരാശരി വേഗത എന്താണെന്ന് പഠിച്ചാലോ. അപ്പൊ നമ്മൾ വേഗത പഠിച്ചല്ലേ. വേഗത എന്ന് പറയുന്നത് എന്തായിരുന്നു? വേഗത എന്ന് പറഞ്ഞാൽ ദൂരത്തിനെ സമയവുമായിട്ട് ഹരിച്ചാൽ നമുക്ക് വേഗത കിട്ടും. അങ്ങനെയാണെങ്കിൽ ശരാശരി വേഗത എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ ദൂരത്തിനെ, ടോട്ടൽ ദൂരം അല്ലെങ്കിൽ മുഴുവൻ ദൂരം നമുക്ക് പറയാം അല്ലെ. ടോട്ടൽ ദൂരത്തിനെ ടോട്ടൽ സമയവുമായിട്ട് ഹരിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ശരാശരി വേഗത കിട്ടും. ഓക്കെ, ടോട്ടൽ ദൂരത്തിനെ ടോട്ടൽ സമയവുമായിട്ട് ഹരിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ശരാശരി വേഗത കിട്ടും. ഇവിടെ ടോട്ടൽ ദൂരം എത്രയാണ്? ഇത് രണ്ടും കൂടെ അങ്ങോട്ട് കൂട്ടിയാൽ ടോട്ടൽ ദൂരം കിട്ടും. 800ഉം 500ഉം 1300 മീറ്റർ ആണ്
ടോട്ടൽ ദൂരം. ഇനി ടോട്ടൽ സമയം ഇവിടെ എത്രയാണ്? 13 മിനിറ്റ് ആണ് ടോട്ടൽ സമയം. പക്ഷേ നമുക്ക് തന്നിരിക്കുന്ന യൂണിറ്റ് നോക്കിക്കേ, മീറ്റർ പെർ സെക്കൻഡിലാണ് തന്നിരിക്കുന്നത്. ഇത് മീറ്ററാ, കുഴപ്പമൊന്നുമില്ല അല്ലെ. അപ്പൊ 1300 മീറ്റർ 13 മിനിറ്റ് കൊണ്ട് സഞ്ചരിച്ചു. പക്ഷേ നമുക്ക് 1300 മീറ്റർ എത്ര സെക്കൻഡ് കൊണ്ട് സഞ്ചരിച്ചു എന്നാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ മിനിറ്റിനെ എന്താക്കി മാറ്റണം? സെക്കൻഡ് ആക്കി മാറ്റണം. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് എഴുതാലോ. 1300 മീറ്റർ 13 മിനിറ്റ് കൊണ്ട് സഞ്ചരിച്ചു. അപ്പൊ 13 മിനിറ്റിനെ നമ്മൾ ആദ്യം എന്താക്കി മാറ്റണം? 1 മിനിറ്റ് ആക്കി മാറ്റണം. അതിനെ എന്ത് ചെയ്യാ? 13 കൊണ്ട് ഹരിക്കുക. ഇവിടെ 13 കൊണ്ട് ഹരിച്ചാൽ ഇവിടെയും ഞാൻ എന്ത് ചെയ്യണം? 13 കൊണ്ട് ഹരിച്ചു. ഓക്കെ, അടുത്തത്. അപ്പൊ 13 വെട്ടിപ്പോവും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 1 മിനിറ്റ് എന്ന് കിട്ടി. ഇനി 1 മിനിറ്റ് എന്ന് പറയുന്നത് എത്ര സെക്കൻഡ് ആണ്? 1 മിനിറ്റ് 60 സെക്കൻഡ് ആണ്. അപ്പൊ നമുക്ക് ഇത് വെട്ടാലോ. 13 ഗുണം 1 13, 13 ഗുണം 100 1300 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 100 മീറ്റർ എത്ര സമയം കൊണ്ട് പോവും? 100 മീറ്റർ 1 മിനിറ്റ് കൊണ്ട് സഞ്ചരിക്കും. ഓക്കെ, 100 മീറ്റർ 1 മിനിറ്റ് കൊണ്ട് സഞ്ചരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ 1 മിനിറ്റ് എന്ന് പറയുന്നത് എത്ര സെക്കൻഡ് ആണ്? 60 സെക്കൻഡ് ആണ്. കണ്ടോ? അപ്പൊ 100 മീറ്റർ 60 സെക്കൻഡ് കൊണ്ട് സഞ്ചരിക്കുന്നു. അപ്പൊ 60 സെക്കൻഡിനെ 1 സെക്കൻഡ് ആക്കാൻ എന്ത് ചെയ്യണം? 60 ഹരിക്കുക. അപ്പൊ ഇവിടെ ഞാൻ 60 ഹരിച്ചു. അപ്പൊ ഇത് വെട്ടിപ്പോയി, 1 കിട്ടി. അപ്പൊ ഈ 0 കൂടെ വെട്ടി. ഇവിടെ 5, ഇവിടെ 3. 5/3 മീറ്റർ പെർ സെക്കൻഡ് ആണ് നമ്മളുടെ ഉത്തരം. നമുക്ക് ആൻസർ എത്ര വന്നു? 5/3 മീറ്റർ പെർ സെക്കൻഡ്. ഇതല്ലാതെയും ചെയ്യാം കേട്ടോ, നമുക്ക് വേറെ രീതി ഉണ്ട് ചെയ്യുന്നത്. പക്ഷെ കിലോമീറ്റർ പെർ അവറും മീറ്റർ പെർ സെക്കൻഡും ഒക്കെ വരുമ്പോൾ ചെയ്യാനാണ് എളുപ്പം. അപ്പം ഇതുപോലെ എഴുതി ചെയ്യുമ്പോൾ നമുക്ക് തെറ്റാനുള്ള സാധ്യത കുറയും. അതാണ് ഇതിന്റെ ബെനിഫിറ്റ്. ഇനി അല്ലാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ നോർമലി നമ്മുടെ ഇക്വേഷനിൽ ഇട്ട് വേണമെങ്കിലും ചെയ്യാം, അതും കൂടെ പറഞ്ഞുതരാം. ഓക്കെ, ടോട്ടൽ ദൂരം ഇവിടെ എത്രയാണ്? 1300 ആണ്. ഞാൻ 1300 എന്ന് എഴുതി. ടോട്ടൽ സമയം ഇവിടെ എത്രയാണ്? 13 മിനിറ്റ് ആണ് തന്നിരിക്കുന്നത്. അതിനെ എന്താക്കണം? സെക്കൻഡ് ആക്കി മാറ്റണം. അപ്പൊ 1 മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡ് അല്ലേ? അപ്പൊ 13 ഗുണം 60 സെക്കൻഡ് എന്ന് എഴുതുക. ഓക്കെ, അപ്പൊ മിനിറ്റ്, 1 മിനിറ്റിന് പകരം നമുക്ക് എന്ത് എഴുതാം? ഇവിടെ 1 മിനിറ്റ് എന്നൊരു വാക്കുണ്ടായിരുന്നു, അതിനെ ഞാൻ എടുത്ത് കളഞ്ഞു. അപ്പൊ 1 മിനിറ്റ് പോയാൽ അവിടെ എത്ര വരും? 60 സെക്കൻഡ് വരും. ആ തുല്യമായിട്ടുള്ള സാധനത്തിനെ എടുത്ത് അങ്ങോട്ട് എഴുതിയാൽ മതി. 1300/13 ഗുണം 60 സെക്കൻഡ് എന്ന് എഴുതുക. ഇനി വെട്ടാലോ. 0 വെട്ടി. 13 ഗുണം 1 13 ഗുണം 10, 10/6 എന്ന് വന്നു. 3 എന്ന് കിട്ടി. ഇവിടെ 5 എന്ന് കിട്ടി. കണ്ടോ? 5/3 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. ഒറ്റ സ്റ്റെപ്പിൽ എഴുതാനുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഈ ഒരു കൺവേർഷൻ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ അതുപോലെ ഒന്ന് എഴുതി കാണിച്ചെന്നേ ഉള്ളൂ. അപ്പൊ ഇതുപോലെ എഴുതിയാലും മതി. ടോട്ടൽ ദൂരം രണ്ടും കൂടെ കൂട്ടുക, എഴുതുക. ടോട്ടൽ സമയം ആദ്യം 13 മിനിറ്റ് എന്ന് എഴുതുക. മിനിറ്റിനെ മാറ്റി സെക്കൻഡ് വരണമെങ്കിൽ എന്ത് ചെയ്യണം? 1 മിനിറ്റ് 60 സെക്കൻഡ് ആണ്. അപ്പൊ ഞാൻ ആ മിനിറ്റിന് പകരം എന്ത് എഴുതി കൊടുത്തു? 60 സെക്കൻഡ് എന്ന് എഴുതി കൊടുത്തു. പിന്നെ എല്ലാം കൂടെ വെട്ടി കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എന്ത് കിട്ടി? 5/3 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം ചെയ്യാം. അടുത്ത ചോദ്യം, ഒരു വാഹനം യാത്രയുടെ ആദ്യത്തെ 120 കിലോമീറ്റർ ദൂരം ശരാശരി 30 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗതയിൽ സഞ്ചരിച്ചു. അപ്പം ആദ്യത്തെ 120 കിലോമീറ്റർ 30 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗതയിലാണ് സഞ്ചരിച്ചത്. അടുത്ത 120 കിലോമീറ്റർ 20 കിലോമീറ്റർ പെർ അവർ വേഗതയിലാണ് സഞ്ചരിച്ചത്. അങ്ങനെയാണെങ്കിൽ ഈ മുഴുവൻ യാത്രയിലെ ശരാശരി വേഗം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ശരാശരി വേഗതയാണ് നമ്മൾ ഇവിടെയും കാണാൻ പറഞ്ഞിരിക്കുന്നത്, ആവറേജ് സ്പീഡ് കേട്ടോ. ശരാശരി വേഗതയെ നമ്മൾ ആവറേജ് സ്പീഡ് എന്ന് വിളിക്കും. അപ്പൊ ശരാശരി വേഗത കാണാൻ എന്ത് ചെയ്യണം? ദൂരത്തിനെ ടോട്ടൽ സമയവുമായിട്ട് ഹരിക്കണം. നമ്മൾ അങ്ങനെയല്ലേ പഠിച്ചിട്ടുണ്ടായിരുന്നേ. ഇവിടെ നമുക്ക് ദൂരം ഇവിടെ കിട്ടി, പ്രശ്നമൊന്നുമില്ല. ദൂരം ഇവിടെ കിടപ്പുണ്ട്. പക്ഷെ നമുക്കിവിടെ സമയമുണ്ടോ? ഇല്ല. പകരം എന്താ തന്നിരിക്കുന്നേ? സ്പീഡ് തന്നിട്ടുണ്ട്, വേഗത തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ദൂരവും വേഗതയും അറിയാമെങ്കിൽ സമയം കണ്ടുപിടിച്ചൂടെ? അപ്പൊ സമയം എങ്ങനെയാ കാണാൻ പറ്റുക? ദൂരത്തിനെ സ്പീഡുമായിട്ട് ഹരിച്ചാൽ, ദൂരത്തിനെയാണ് എപ്പോഴും ഹരിക്കേണ്ടത്. ദൂരത്തിനെ നമ്മുടെ വേഗതയുമായിട്ട് ഹരിച്ചാൽ എന്ത് കിട്ടും?
സമയം കിട്ടും. അപ്പൊ 120നെ 30ഉമായിട്ട് ഹരിച്ചേ 120/30 വെട്ടിപ്പോവും 4 എന്ന് കിട്ടും. അപ്പൊ അതേ 4 മണിക്കൂറാണ് നമ്മളുടെ സമയം. രണ്ടാമതും അതുപോലെ തന്നെ ചെയ്യാമല്ലോ. ദൂരം 120 കിലോമീറ്റർ, അതിനെ സ്പീഡ് 20ഉമായിട്ട് ഹരിക്കുക. അപ്പൊ എന്ത് കിട്ടി? 6 മണിക്കൂർ എന്ന് സമയം കിട്ടി. നമുക്ക് 4 മണിക്കൂറും 6 മണിക്കൂറും സമയം കിട്ടി. ടോട്ടൽ ഡിസ്റ്റൻസും അറിയാം, ടോട്ടൽ ടൈമും അറിയാം. അപ്പൊ എന്ത് ചെയ്യാം? ശരാശരി വേഗത കണ്ടുപിടിക്കാം. 120 എത്ര വന്നു? 240 കിലോമീറ്റർ എന്ന് കിട്ടി. ടോട്ടൽ ദൂരത്തിനെ എന്ത് ചെയ്യണം? ടോട്ടൽ സമയവുമായിട്ട് ഹരിക്കണം. 6 4 10, നമ്മൾ 10 മണിക്കൂറുമായിട്ട് ഹരിക്കുക. അപ്പൊ ദേ 0 വെട്ടിപ്പോവും. 24 km/h എന്ന് നമുക്ക് ഉത്തരം കിട്ടി. ഓക്കെ, ഇത് സാധാരണ രീതിയിൽ ശരാശരി വേഗത കാണാൻ പറഞ്ഞ് സമയം തന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുക. പക്ഷെ ഈ ചോദ്യത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ ദൂരം എന്താണ്? സെയിം ആണ് അല്ലേ? ഇതുപോലെ ഒരേ ദൂരം വ്യത്യസ്ത സ്പീഡിൽ സഞ്ചരിച്ചാൽ നമുക്ക് ആവറേജ് സ്പീഡ് അല്ലെങ്കിൽ ശരാശരി വേഗത കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട് കേട്ടോ. ഒരു നിർബന്ധവും ഇല്ല അത് പഠിക്കണമെന്ന്. അത് അറിയാമെങ്കിൽ ഒറ്റ സ്റ്റെപ്പിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്താം. ഇത്രയും കാൽക്കുലേറ്റ് ചെയ്യാനുള്ള സമയം ലാഭിക്കാം, അത്രയേ ഉള്ളൂ. പറഞ്ഞു വെക്കുകയാണെങ്കിൽ അങ്ങനത്തെ ചോദ്യത്തിലൊക്കെ ഉപകരിക്കും കേട്ടോ. പക്ഷേ ഈ ഇക്വേഷൻ നമുക്ക് എപ്പോഴേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ? ഒരേ ദൂരമായിരിക്കണം 2 വ്യത്യസ്ത സ്പീഡിൽ ട്രാവൽ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആവറേജ് സ്പീഡിന് ഒരു ഇക്വേഷൻ ഉണ്ട്. ആവറേജ് സ്പീഡ് അല്ലെങ്കിൽ ശരാശരി വേഗത എന്ന് പറയുന്നത് 2ab/a+b തുല്യമാണ്. ഓക്കെ, 2ab/a+b തുല്യമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും എ എന്താണ് ബി എന്താണെന്ന് ചോദിക്കുമല്ലോ. എ എന്ന് പറയുന്നത് ആദ്യത്തെ സ്പീഡ്, ബി എന്ന് പറയുന്നത് രണ്ടാമത്തെ സ്പീഡ്. ഇത്രയേ ഉള്ളൂ. അത് ഇട്ട് കൊടുത്താൽ നമുക്ക് ആൻസർ കിട്ടും. നോക്കിയാലോ, 2 ഗുണം എ ഇവിടെ എത്രയാ? 30 ഗുണം ബി ഇവിടെ എത്രയാ? 20 ഡിവൈഡഡ് ബൈ a+b. 30 + 20 എത്ര വരും? 50 എന്ന് വന്നു. 30 20 കൂടെ കൂട്ടിയതാണ് കേട്ടോ, 50. അപ്പൊ ഈ 0 കൂടെ വെട്ടാലോ. 5 ഗുണം 1 5, 5 ഗുണം 4 20. ഇനി എല്ലാം കൂടെ ഗുണിച്ചോ. 3 ഗുണം 4 12, 12 ഗുണം 2 24. കണ്ടോ, 24 km/h എന്ന് നമുക്ക് ഉത്തരം കിട്ടി. ഓക്കെ, അപ്പം ഇങ്ങനെ ചെയ്താൽ ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ എഴുതാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു സ്റ്റെപ്പ് എക്സ്ട്രാ ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഏത് രീതിയിൽ ചെയ്താലും ഒരു കുഴപ്പമില്ല. അപ്പം ഈ രീതി പഠിച്ച് വെച്ചാൽ നമുക്കിവിടെ ഏത് ഡിസ്റ്റൻസ് തന്നാലും നമുക്ക് ചെയ്യാം ഈ രീതി ഉപയോഗിച്ച്. പക്ഷെ ഇവിടെ ആണെങ്കിലോ 2 ദൂരവും സെയിം ആയിരിക്കണം. ആദ്യത്തെ സ്പീഡിൽ 120 കിലോമീറ്റർ ആണ് പോയതെങ്കിൽ രണ്ടാമത്തെ സ്പീഡിലും 120 കിലോമീറ്റർ തന്നെ പോകണം. അങ്ങനെ വന്നാൽ മാത്രമേ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം എന്തായാലും രണ്ടും പഠിച്ച് വെക്കുക. ഏതാണോ നിങ്ങൾക്ക് സമയം ലാഭിക്കാൻ പറ്റുന്ന രീതി ആ രീതിയിൽ ചെയ്യുക. അപ്പൊ നമുക്ക് ആൻസർ നോക്കാം. അപ്പൊ ആൻസർ ഇവിടെ ഓപ്ഷൻ ബി 24 km/h എന്ന് കിട്ടി. അടുത്ത ചോദ്യം, ഒരാൾ ഓഫീസിലേക്ക് 35 km/h വേഗതയിൽ പോകുന്നു കേട്ടോ. അപ്പൊ ഇതാണ് അയാളുടെ വീട്. വീട്ടിൽ നിന്നും ഓഫീസിലേക്ക് എത്ര ദൂരം പോകുന്നുണ്ട്? 35 km/h വേഗതയിൽ അയാൾ സഞ്ചരിക്കുന്നുണ്ട്. ദൂരം നമുക്ക് അറിയില്ല, നമ്മൾ അതിനെ ഡി എന്നോ അല്ലെങ്കിൽ എക്സ് എന്നോ ഒക്കെ വിളിക്കാം. ഇനി അതിനുശേഷം തിരിച്ച് വീട്ടിലേക്ക് 15 km/h വേഗതയിൽ പോകുന്നു. തിരിച്ച് വീട്ടിലേക്ക് 15 km/h വേഗതയിൽ അയാൾ സഞ്ചരിക്കുന്നു. 2 യാത്രയ്ക്കും കൂടി 4 മണിക്കൂർ വേണ്ടി വന്നു കേട്ടോ. അപ്പൊ അങ്ങോട്ട് പോകാനും അവിടെ നിന്ന് തിരിച്ചു വരാനും കൂടെ അയാൾക്ക് എത്ര സമയം എടുത്തു? 4 മണിക്കൂർ സമയം എടുത്തു. അങ്ങനെയാണെങ്കിൽ അയാളുടെ ഓഫീസും വീടും തമ്മിലുള്ള ദൂരം എത്ര എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നോക്കിക്കേ, ഇവിടെ നമുക്ക് ആകെ തന്നിരിക്കുന്നത് എന്താ? സ്പീഡ് തന്നിട്ടുണ്ട് അല്ലെ. പിന്നെ എന്താ തന്നിരിക്കുന്നത്? 2 യാത്രയ്ക്കും കൂടി വേണ്ടുന്ന ടൈം T1 + T2 എന്ന് പറയുന്നത് 4 മണിക്കൂറാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ 2 കേസിലെ സമയങ്ങൾ ആദ്യം കണ്ടുപിടിക്കുക. അപ്പൊ ഇവിടെ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് പോകാൻ വേണ്ടുന്ന സമയം T1 എന്ന് പറയുന്നു. T1 എന്ന് പറയുന്നത് എത്രയാണ്? നമ്മുടെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള ദൂരത്തിനെ ഞാൻ ഡി എന്ന് വിളിച്ചു. ഡിസ്റ്റൻസ് എനിക്ക് അറിയില്ല, ഡി എന്ന് വിളിച്ചു. ഇനി അവിടെ സ്പീഡുമായിട്ട് ഹരിക്കണ്ടേ? ദൂരത്തിനെ നമ്മുടെ വേഗതയുമായിട്ട് ഹരിക്കണം. ദൂരം നമുക്ക് അറിയില്ല, ഞാൻ ഡി എന്ന് വിളിച്ചു. അവിടുത്തെ സ്പീഡ് എത്രയാണ്? 35 km/h ആണ് ഞാൻ ഇട്ട് കൊടുത്തു. അപ്പൊ അതാണ് നമ്മളുടെ T1 എന്ന് പറയുന്നത്. ഇനി T2 രണ്ടാമത്തെ യാത്രയ്ക്ക് വേണ്ടുന്ന സമയം എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് ആകെയുള്ള ദൂരം ഡി എന്ന് വിളിച്ചു, ഡിവൈഡഡ് ബൈ അങ്ങോട്ട് വേണ്ടുന്ന സ്പീഡ് എത്രയാണ്? 15 km/h ആണ്. അപ്പൊ നമ്മൾ സ്പീഡ് ഇട്ട് കൊടുത്തു 15. ഇപ്പൊ T1 കിട്ടി, T2 കിട്ടി. രണ്ടും കൂടെ കൂട്ടിയാൽ 4 എന്ന് കിട്ടണം. അപ്പൊ നമുക്ക് രണ്ടും കൂടെ കൂട്ടാലോ.
അപ്പം D/35 പ്ലസ് D/15 എന്ന് പറയുന്നത് 4 അതായത് ആദ്യത്തെ യാത്രയ്ക്ക് വേണ്ടുന്ന സമയവും രണ്ടാമത്തെ യാത്രയ്ക്ക് എടുക്കുന്ന സമയവും തമ്മിൽ കൂട്ടിയാൽ 4 എന്ന് ഉത്തരം കിട്ടും. കൂട്ടാലോ? ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തോ. 15നെ വെച്ചിട്ട് ഈ രണ്ടുപേരെ മൾട്ടിപ്ലൈ ചെയ്യാം, 35നെ വെച്ചിട്ട് ഈ രണ്ടുപേരെ ഗുണിക്കാലോ. അപ്പൊ 15 ഗുണം D 15D പ്ലസ് 35 ഗുണം D 35D ഡിവൈഡഡ് ബൈ 35 ഗുണം 15. അത് ഗുണിച്ച് സമയമൊന്നും കളയണ്ട കേട്ടോ, അതങ്ങ് വെട്ടിപ്പൊക്കോളും. അപ്പം നമുക്ക് അതിന് ഒത്തിരി ഗുണിക്കാനൊന്നും സമയം കളയണ്ട, അത് അങ്ങനെ തന്നെ ഇട്ടാൽ മതി. അതെന്തിന് തുല്യമാണ്? 4ന് തുല്യമാണ്. ഇങ്ങോട്ട് എഴുതാം കേട്ടോ, കാണാനുള്ളൊരു പ്രയാസം കൊണ്ടാണ്. അപ്പൊ ദേ 15 35 കൂടെ കൂട്ടിയാൽ എത്ര വരും? 50 എന്ന് വന്നു. അപ്പൊ 50D എന്ന് പറയുന്നത് എന്തിന് തുല്യമാണ്? 4 ഗുണം ഈ 35 ഗുണം 15നെ നമുക്ക് അങ്ങോട്ട് വിട്ടൂടെ? ഓപ്പോസിറ്റ് സൈഡിലേക്ക് വിടുമ്പോൾ നേരെ മുകളിലോട്ട് പോവും. 35 ഗുണം 15. ഇനി 50D എന്ന് പറയുന്നത് ഇതിന് തുല്യമാണ്. അപ്പൊ D കാണാൻ എന്ത് ചെയ്യണം? 50നെ തൊട്ടപ്പുറത്തോട്ട് വിടുക. അപ്പൊ ദേ ഞാൻ 50നെ താഴത്തോട്ട് വിട്ടു. മുകളിൽ കിടന്ന സാധനം നേരെ താഴോട്ടല്ലേ പോവുള്ളൂ. ഇനി നമുക്ക് വെട്ടാലോ. 5 വെച്ച് വെട്ടിക്കും. 5 ഗുണം 10 50. 5 ഗുണം 7 35. 5 ഗുണം 2 10. 5 ഗുണം 3 15. 2 ഗുണം 1 2. 2 ഗുണം 2 4. എല്ലാം കൂടെ ഗുണിച്ചാൽ മതി. 7 ഗുണം 3 21. 21 ഗുണം 2 42. അപ്പൊ നമ്മുടെ ഉത്തരം എത്ര വന്നു? 42 കിലോമീറ്റർ എന്ന് വന്നു. ഓക്കെ, അപ്പോൾ ഓഫീസിൽ നിന്നും വീട്ടിലേക്കുള്ള ദൂരം അല്ലെങ്കിൽ വീട്ടിൽ നിന്നും ഓഫീസിലേക്കുള്ള ദൂരം എത്രയാണ്? 42 കിലോമീറ്റർ ആണ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് രണ്ടുപേരുടെയും ചേർന്നുള്ള സമയം തന്നാൽ ഓരോന്നിനും ആവശ്യമായ സമയങ്ങൾ കണ്ടെത്തുക, അവരെ തമ്മിൽ അങ്ങ് നേരെ കൂട്ടുക, ഉത്തരം കണ്ടുപിടിക്കുക. അത്രയേ ഉള്ളൂ, സിമ്പിളാണ് കേട്ടോ. ആൻസർ നോക്കാം. ആൻസർ നമുക്ക് ഇവിടെ ഓപ്ഷൻ എ 42 കിലോമീറ്റർ എന്ന് കിട്ടി. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിക്കേ. 120 മീറ്റർ നീളമുള്ള തീവണ്ടി 108 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗതയിൽ സഞ്ചരിക്കുന്നു. അപ്പൊ ഇത് ട്രെയിനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് അല്ലെ. അപ്പൊ ട്രെയിനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം ചെയ്യുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. ഞാൻ നേരത്തെ നമ്മുടെ ട്രെയിനിന്റെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇവിടെ നോക്കിക്കേ, നമുക്ക് ട്രെയിനിന്റെ കേസുകൾ വരുമ്പോൾ നമ്മൾ 2-3 കേസ് കൺസിഡർ ചെയ്യണം കേട്ടോ. അതായത് ഒരു ട്രെയിൻ മറ്റൊരു ട്രെയിനിനെ കടന്നുപോയി എന്ന് പറയാം, അല്ലെങ്കിലോ ട്രെയിൻ വേറൊരു പ്ലാറ്റ്ഫോമിനെ കടന്നുപോയി എന്ന് പറയും, അതും അല്ലെങ്കിൽ ട്രെയിൻ ഒരു പാലത്തിൽ കൂടെ പോയി എന്ന് പറയും. അപ്പം ഇതുപോലെ നീളമുള്ള സാധനങ്ങളെ കവർ ചെയ്ത് പോയി എന്നാണ് പറയുന്നതെങ്കിൽ നമ്മൾ ആ കേസിൽ ദൂരം എന്ന് പറയുന്നത് ട്രെയിനിന്റെ നീളവും ഈ പറയുന്ന പ്ലാറ്റ്ഫോമിന്റെയോ മറ്റേ ട്രെയിനിന്റെയോ അല്ലെങ്കിൽ തുരങ്കത്തിന്റെയോ പാലത്തിന്റെയോ ഇതിന്റെയൊക്കെ നീളവും കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ ദൂരം കണ്ടുപിടിക്കുന്നത്. ഒന്നും കൂടെ പ്രിസൈസ് ആയിട്ട് പറഞ്ഞാൽ, നമ്മുടെ കയ്യിൽ ഒരു ട്രെയിൻ ഉണ്ട്, ആ ട്രെയിനിന്റെ നീളം ഞാൻ L1 എന്ന് വിളിച്ചു. സേ ഫോർ എക്സാമ്പിൾ 100 മീറ്റർ ആണെന്ന് വിചാരിക്കുക. അതൊരു പ്ലാറ്റ്ഫോമിൽ കൂടെ കടന്നുപോയി എന്ന് നമ്മളോട് പറഞ്ഞു. അപ്പൊ പ്ലാറ്റ്ഫോമിന്റെ നീളം നമുക്ക് തന്നിട്ടുണ്ട് 50 മീറ്റർ ആണെന്ന് വിചാരിക്കുക. ഈ കേസിൽ നമ്മൾ എപ്പോഴും ദൂരം കണ്ടുപിടിക്കണമല്ലോ. ദൂരം അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഡിസ്റ്റൻസ് ബൈ ടൈം ചെയ്താലേ സ്പീഡ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഡിസ്റ്റൻസിന്റെ സ്പീഡുമായിട്ട് ഹരിച്ചാലേ ടൈം കിട്ടുള്ളൂ. അപ്പൊ ഡിസ്റ്റൻസ് എന്നൊരു സാധനം അവിടെ വേണം. ഈ കേസിൽ നമ്മൾ ദൂരം എന്നെടുക്കുന്നത് ഇവരെ രണ്ടുപേരെയും കൂട്ടുന്നതായിരിക്കും. മനസ്സിലായോ? ഇപ്പൊ L1 + L2 ആണ് നമ്മളുടെ ദൂരം എന്ന് പറയുന്നത്. ഇപ്പൊ ട്രെയിനിന്റെ നീളവും എടുക്കണം, അതെന്തിനാണോ കടന്നു പോകുന്നത് അതിന്റെ നീളവും കൂടെ എടുക്കണം. ഇനി ചില കേസിൽ നമ്മളോട് പറയും ട്രെയിൻ വേറൊരു മനുഷ്യനെ കടന്നുപോയി, അതല്ലെങ്കിൽ ഒരു പോസ്റ്റിനെ കടന്നുപോയി, അതല്ലെങ്കിൽ ഒരു പോളിനെ കടന്നുപോയി, ഇതുപോലെ കുത്തനെയുള്ള സാധനങ്ങളെ കടന്നുപോയി. പരന്നതല്ല, കുത്തനെയുള്ള സാധനങ്ങൾ കേട്ടോ. അപ്പം അങ്ങനെയുള്ള സാധനങ്ങളെ കടന്നുപോയി എന്ന് പറയുകയാണെങ്കിൽ ആ കേസിൽ നമ്മൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ ട്രെയിനിന്റെ മാത്രം നീളമായിരിക്കും. കണ്ടോ? കാര്യം മനസ്സിലായോ? ഇങ്ങനെ പരന്ന് കിടക്കുന്ന സാധനങ്ങളെയാണ് കടന്നു പോകുന്നതെങ്കിൽ അവരുടെയും കൂടെ നീളം എടുക്കണം. കുത്തനെയുള്ള സാധനങ്ങളെയാണ് കടന്നു പോകുന്നതെങ്കിൽ നമ്മൾ അവരുടെ നീളം എടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. അത്രയേ ഉള്ളൂ കാര്യം. ഇനി നോക്കിക്കേ, നമ്മുടെ 2 ട്രെയിനുകളുണ്ട് കേട്ടോ. 2 ട്രെയിനുകളുണ്ട്. ഈ 2 ട്രെയിനിനും നമുക്ക് 2 നീളം നമ്മുടെ കയ്യിലുണ്ട്. ഒന്നാമത്തെ ട്രെയിനിന്റെ നീളം ഒരു 50 മീറ്റർ ആണെന്ന് വിചാരിക്കുക. രണ്ടാമത്തെ ട്രെയിനിന്റെ നീളം ഒരു 100 മീറ്റർ ആണെന്ന് വിചാരിക്കുക. നമ്മളോട് പറയും ആദ്യത്തെ ട്രെയിനിന്റെ സ്പീഡ് എന്ന് പറയുന്നത് എത്രയാണ്? 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. രണ്ടാമത്തെ ട്രെയിനിന്റെ സ്പീഡ് എന്ന് പറയുന്നത്
20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവര് പരസ്പരം കടന്നു പോകാൻ എടുക്കുന്ന സമയം എത്ര? ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വരാറുണ്ട് കേട്ടോ. ഇങ്ങനെ നമുക്ക് 2 സ്പീഡും 2 ട്രെയിനും തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരുടെ റിലേറ്റീവ് സ്പീഡ് അല്ലെങ്കിൽ ആപേക്ഷിത വേഗത കണ്ടുപിടിക്കണം. ഓക്കെ, എങ്ങനെയാണ് റിലേറ്റീവ് സ്പീഡ് കണ്ടുപിടിക്കുന്നത്? റിലേറ്റീവ് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പേരും ഒരേ ദിശയിലാണ് സഞ്ചരിക്കുന്നത്. 2 പേരും അങ്ങോട്ട് 2 പേരും ഇങ്ങോട്ട് ഒരേ ദിശയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവരുടെ റിലേറ്റീവ് സ്പീഡ് അല്ലെങ്കിൽ ആ കേസിൽ വേഗത എന്ന് പറഞ്ഞ് എടുക്കേണ്ടത് ഇവര് തമ്മിലുള്ള വ്യത്യാസമാണ്. 20ൽ നിന്നും 10 കുറയ്ക്കുക. 10 മീറ്റർ പെർ സെക്കൻഡ് ആണ് അപ്പോൾ നമ്മൾ നമ്മുടെ വേഗതയായിട്ട് എടുക്കുക. കാര്യം മനസ്സിലായോ? 2 പേരും ഒരേ ദിശയിൽ സഞ്ചരിച്ചാൽ 2 പേരുടെ സ്പീഡ് തമ്മിൽ കുറയ്ക്കണം. ഓക്കെ, ഇനി അതേസമയം 2 പേരും ഓപ്പോസിറ്റ് ദിശയിലാണ് സഞ്ചരിക്കുന്നതെന്ന് വിചാരിക്കുക. 2 ട്രെയിനും ഓപ്പോസിറ്റ് ആയിട്ടുള്ള ദിശയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ നമ്മൾ ഈ 2 പേരുടെയും സ്പീഡ് കൂട്ടണം. ഇത്രയേ ഉള്ളൂ കാര്യം. മനസ്സിലായോ? അപ്പൊ നമുക്ക് എന്താ സമയം കണ്ടെത്തണമെങ്കിൽ അവിടെ ദൂരം വേണം. ദൂരം നമുക്കറിയാം, 2 ട്രെയിൻ ഉണ്ട്, അവരുടെ ദൂരങ്ങൾ തമ്മിൽ കൂട്ടിയാൽ എന്ത് ചെയ്യും? നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് കിട്ടി. അപ്പൊ 100 50 കൂടെ കൂട്ടി എനിക്കിവിടെ ഡിസ്റ്റൻസ് എത്ര കിട്ടി? 150 മീറ്റർ എന്ന് കിട്ടി. ഇനി സമയമാണ് കണ്ടെത്തേണ്ടത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഈ ദൂരത്തിനെ സ്പീഡുമായിട്ട് ഹരിക്കണം. സ്പീഡ് എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇവിടെ നമുക്ക് 2 സ്പീഡ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതാ എടുക്കേണ്ടതെന്ന് എങ്ങനെ അറിയാൻ പറ്റുക? 2 ട്രെയിനും ഒരേ ദിശയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ഇവരുടെ സ്പീഡുകൾ തമ്മിൽ കുറയ്ക്കണം. ഓക്കെ, 2 പേരും ഓപ്പോസിറ്റ് ദിശയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ഇവരുടെ സ്പീഡുകൾ തമ്മിൽ കൂട്ടണം. അപ്പൊ എന്നോട് പറയാണ് ട്രെയിൻ 2 ഓപ്പോസിറ്റ് ആയിട്ടാണ് സഞ്ചരിക്കുന്നത്. അപ്പൊ ഞാനിവിടെ സ്പീഡ് എത്ര എടുക്കണം? 20ഉം 10ഉം 30 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഇവിടുത്തെ എൻ്റെ സ്പീഡ് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ് കേട്ടോ. അപ്പൊ 2 പേരും ഒരേ ദിശയിലാണെങ്കിൽ അവരുടെ സ്പീഡുകൾ തമ്മിൽ കുറയ്ക്കണം. 2 പേരും ഓപ്പോസിറ്റ് ദിശയിലാണെങ്കിലോ അവരുടെ സ്പീഡുകൾ തമ്മിൽ കൂട്ടണം. ഈ ഒരു ഐഡിയയോട് കൂടി മാത്രമേ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പൊ നോക്കിക്കേ, 120 മീറ്റർ നീളമുള്ള തീവണ്ടി ട്രെയിനിന്റെ നീളം നമുക്ക് തന്നിട്ടുണ്ട്. 120 മീറ്റർ ആണ്. 108 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗതയിൽ സഞ്ചരിക്കുന്നു കേട്ടോ. സ്പീഡ് നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്? 108 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗതയിൽ സഞ്ചരിക്കുന്നു. ഈ തീവണ്ടിക്ക് 180 മീറ്റർ നീളമുള്ള ഒരു പാലം കടന്നു പോകാൻ എത്ര സമയം എടുക്കും? ഇപ്പൊ പാലം തന്നിട്ടുണ്ട് നമുക്കല്ലേ. പാലത്തിന്റെ നീളം എത്രയാണ്? 180 മീറ്റർ ആണ്. അപ്പൊ ഈ 180 മീറ്റർ നീളമുള്ള പാലം കടന്നു പോകാൻ എത്ര സമയം വേണം എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇനി അപ്പൊ നമുക്ക് 2 പേരുടെ നീളം ഇവിടെ തന്നിട്ടുണ്ട്. ഒരു ട്രെയിനിന്റെ നീളം തന്നിട്ടുണ്ട്, ഒരു പാലത്തിന്റെ നീളം തന്നിട്ടുണ്ട്. ഇപ്പൊ ട്രെയിനിന്റെ നീളവും പാലത്തിന്റെ നീളവും തന്നിട്ടുണ്ടെങ്കിൽ, പാലം എന്ന് പറഞ്ഞാൽ പരന്ന സാധനമല്ലേ, അപ്പൊ എന്ത് ചെയ്യണം? നമ്മളുടെ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടെ എത്രയായിരിക്കും? ഈ 120ഉം 180ഉം കൂടെ കൂട്ടുന്നതായിരിക്കും. കാര്യം മനസ്സിലായോ? ഒരു പാലത്തിൽ കൂടെ കടന്നു പോയി എന്ന് പറഞ്ഞാൽ പാലത്തിന്റെ ദൂരം എടുക്കണം, ട്രെയിനിന്റെ ദൂരം എടുക്കണം, രണ്ടും കൂടെ കൂട്ടണം. ഫൈൻ. അപ്പൊ നമുക്ക് ദൂരം കിട്ടി. ഇനി എന്താ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? ദൂരത്തിനെ നമ്മുടെ വേഗതയുമായിട്ട് ഹരിക്കണം, എന്നാലേ നമുക്ക് സമയം കിട്ടുള്ളൂ. സമയം കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ വേഗത തന്നിരിക്കുന്നത് കിലോമീറ്റർ പെർ മണിക്കൂറിലാണ്. ഓക്കെ, നമുക്ക് പക്ഷെ നമ്മുടെ നീളം തന്നിരിക്കുന്നത് എന്തിലാ? മീറ്ററിലാ. ട്രെയിനിന്റെ നീളം എപ്പോഴും മീറ്ററിലേ തരുള്ളൂ അല്ലെ. ട്രെയിൻ ഒരിക്കലും കിലോമീറ്റർ കണക്കിന് നീളം ഉണ്ടെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ നമുക്കിവിടെ തന്നിരിക്കുന്ന നീളം മീറ്ററിലാണ്, പക്ഷെ നമ്മളുടെ വേഗത എന്തിലാ തന്നിരിക്കുന്നത്? കിലോമീറ്റർ പെർ മണിക്കൂറിലാണ് തന്നിരിക്കുന്നത്. ഒരു കാര്യം കൂടെ നോക്കണം, നിങ്ങളുടെ ഓപ്ഷനിലേക്കും കൂടെ നോക്കണം. ഓപ്ഷനിൽ നമുക്ക് സമയം തന്നിരിക്കുന്നതോ സെക്കൻഡിലാണ് തന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. കാരണം നമ്മുടെ ട്രെയിനിന്റെ നീളം മീറ്ററിലും നമ്മുടെ ഉത്തരം സെക്കൻഡിലുമാണ് തന്നിരിക്കുന്നത്. അപ്പൊ സ്പീഡ് എന്തിലായിരിക്കണം? മീറ്റർ പെർ സെക്കൻഡിലായിരിക്കണം, അല്ലാതെ കിലോമീറ്റർ പെർ മണിക്കൂറിലാവാൻ പാടില്ല. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ കിലോമീറ്റർ പെർ മണിക്കൂറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കി മാറ്റണം. നോക്കിക്കേ, 108 കിലോമീറ്റർ പെർ മണിക്കൂറിനെ എനിക്ക് എന്താക്കി മാറ്റണം? മീറ്റർ പെർ സെക്കൻഡ് ആക്കി മാറ്റണം. കിലോമീറ്റർ എന്ന് പറയുന്നത് ഒരു വലിയ വാല്യൂ അല്ലേ. 10 കിലോമീറ്റർ 50 കിലോമീറ്റർ എന്നൊക്കെ പറയുന്ന വലിയ വാല്യൂ ആ. അതേസമയം മീറ്റർ എന്ന് പറയുന്നത് ചെറിയ വാല്യൂ അല്ലേ. അപ്പൊ വലിയ വാല്യൂവിനെ
ചെറിയ വാല്യൂ ആക്കി നമുക്ക് മാറ്റണം. എങ്ങനെ മാറ്റാൻ പറ്റും? വലിയ വാല്യൂവിനെ ചെറിയ വാല്യൂ ആക്കണമെങ്കിൽ 5/18 കൊണ്ട് ഗുണിക്കുക. ഓക്കെ, 5 എന്ന് പറയുന്നത് ചെറിയ വാല്യൂ അല്ലേ? അപ്പൊ വലുതിനെ ചെറുതാക്കാൻ ചെറിയ വാല്യൂമായിട്ട് ഗുണിക്കുക. അപ്പൊ നമുക്ക് ഉത്തരം എന്ത് വരും? 108 ഗുണം 5/18. വെട്ടാലോ? 9 ഗുണം 2 18, 9 ഗുണം 12 108 എന്ന് കിട്ടി. 2 ഗുണം 1 2, 2 ഗുണം 6 12. ഗുണിക്കാലോ? 6 ഗുണം 5 30 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. കണ്ടോ? അപ്പോൾ 108 കിലോമീറ്റർ ഒരു മണിക്കൂറിൽ പോകുന്ന ട്രെയിൻ ഒരു സെക്കൻഡിൽ എത്ര മീറ്റർ പോവും? 30 മീറ്റർ പോകും. ഓക്കെ, ഇനി നേരെ മറിച്ച് നമ്മളോട് പറയാണ് 30 മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ മണിക്കൂറിലേക്ക് മാറ്റുക. അപ്പോൾ ആലോചിക്കണം, മീറ്റർ എന്ന് പറയുന്നത് ചെറിയ ക്വാണ്ടിറ്റി ആണ്. അതിനെ ഞാൻ എന്താക്കാൻ പോവാണ്? വലിയ ക്വാണ്ടിറ്റി ആയ കിലോമീറ്റർ ആക്കാൻ പോവാണ്. ചെറുതിനെ വലുതാക്കണമെങ്കിൽ വലിയ നമ്പറായ 18/5 കൊണ്ട് ഗുണിക്കണം. ഓക്കെ, രണ്ട് കേസിലും നമുക്ക് 5/18 18/5, ഈ 5ഉം 18ഉം തന്നെയാണ് വരുന്നത്. അപ്പൊ ചെറുതിനെ വലുതാക്കാൻ വലിയ നമ്പറായ 18 മുകളിൽ വരണം. ഇനി വലുതിനെ ചെറുതാക്കാൻ 5 ആണ് മുകളിൽ വരിക. അങ്ങനെ ഒന്ന് ആലോചിച്ച് വെക്കുക കേട്ടോ, തെറ്റിക്കരുതേ. നമുക്ക് സ്ഥിരം ഇത് ആവശ്യം വരുന്നതാ. അപ്പൊ നമുക്ക് ആൻസർ എത്ര വന്നു? 30 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 30 ഗുണം 18/5 ചെയ്യാം. 5 ഗുണം 1 5, 5 ഗുണം 6 30, 18 ഗുണം 6 108 എന്ന് വന്നു. കണ്ടോ? ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഇത് ആവശ്യമില്ല, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി 2 കൺവേർഷൻസും പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മളിവിടെ ഓൾറെഡി കണ്ടുപിടിച്ചു 108 കിലോമീറ്റർ പെർ അവർ എത്ര മീറ്റർ പെർ സെക്കൻഡ് ആണ്? 30 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഞാൻ ദേ ഇങ്ങോട്ട് എഴുതുവാണേ, 30 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ നമുക്ക് സ്പീഡ് കിട്ടി 30 മീറ്റർ പെർ സെക്കൻഡ് നമുക്ക് കിട്ടി. ഇവരെ തമ്മിൽ കൂട്ടിയാൽ എന്തായി? ദൂരമായി. ദൂരവും സ്പീഡും അറിയാമെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് സമയം കണ്ടുപിടിക്കാം. അപ്പൊ ഞാൻ എഴുതാൻ പോവാണ്, സമയം അല്ലെങ്കിൽ ടൈം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ്. സ്പീഡ് ഇവിടെ എത്രയാണ്? 30 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ ദൂരം തമ്മിൽ കൂട്ടിക്കേ. 180ഉം 100ഉം 280, 280ഉം 20ഉം 300 എന്ന് കിട്ടി. അപ്പൊ 300നെ 30ഉമായിട്ട് ഹരിക്കുക. വെട്ടാലോ? 10 എന്ന് കിട്ടി. അപ്പൊ 10 സെക്കൻഡ് ആണ് നമ്മളുടെ ഉത്തരം. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ചോദ്യങ്ങൾ വന്നാൽ തെറ്റിക്കരുത്, കറക്റ്റായിട്ട് ചെയ്യണം കേട്ടോ. നമ്മൾ നേരത്തെ തന്നെ ട്രെയിൻ എന്നും പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ടൈം സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസിനകത്ത്. അതിനകത്ത് നിന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണിത്. ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് ആൻസർ കിട്ടുന്നില്ലെങ്കിൽ ആ ക്ലാസ് പോയി ഒന്ന് കാണണം കേട്ടോ. അതിനകത്ത് നമ്മൾ ധാരാളം ഇതുപോലത്തെ ചോദ്യങ്ങളൊക്കെ ചെയ്യിക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചോദ്യം തരാം. ആ ചോദ്യം മസ്റ്റായിട്ടും ചെയ്യുക, ഉത്തരം കമൻറ്റ് ചെയ്യുക. ഒരുപാട് ചോദ്യമൊന്നും ചെയ്യിക്കാൻ പറ്റിയിട്ടില്ല, നമ്മൾ ഒരു വീഡിയോയും കൂടെ ക്വസ്റ്റ്യൻസ് തന്നെയായിട്ട് ചെയ്യുന്നുണ്ടാവും കേട്ടോ. അപ്പൊ അതിനകത്ത് കൂടുതൽ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാം. അപ്പൊ ഇതുപോലത്തെ വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് എഫക്റ്റീവ് ആണോ എന്ന് കമന്റ് ചെയ്യാനും മറക്കരുത്. ചോദ്യം തരാം. നമ്മളുടെ ചോദ്യം ഇതാണ്: 8 മീറ്റർ പെർ സെക്കൻഡിൽ ഒരു കള്ളൻ ഒരു നേർരേഖയിലുള്ള റോഡിൽ ഓടുന്നു. ഒരു കള്ളൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്, സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡിൽ കൂടെയാണ് ഓടുന്നത്. ഒരു പോലീസുകാരൻ 10 മീറ്റർ പെർ സെക്കൻഡിൽ പോകുന്ന ജീപ്പിൽ കള്ളനെ പിന്തുടരുന്നു. അപ്പൊ ഈ കള്ളന്റെ പുറകെ നമ്മുടെ പോലീസുകാരൻ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ ജീപ്പിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഈ നിമിഷത്തിൽ ജീപ്പിന്റെയും മോട്ടോർ സൈക്കിളിനും ഇടയിലുള്ള ദൂരം, നമ്മുടെ ജീപ്പും കള്ളനും ഇടയ്ക്ക് കേട്ടോ, പോലീസിനും കള്ളനും ഇടയിലുള്ള ദൂരം എന്ന് പറയുന്നത് 50 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര നേരം കൊണ്ട് പോലീസുകാരൻ കള്ളനെ പിടിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ട്രെയിൻ പോലെ തന്നെ ചോദ്യമാണ് കേട്ടോ. 2 ട്രെയിനുകൾ പോലെ നിങ്ങൾ എടുക്കുക. ഒരാളെ കള്ളനായിട്ട് ഒരാളെ പോലീസായിട്ടും എടുക്കുക. കള്ളന്റെ പുറകിൽ കൂടെ പോലീസുകാരൻ ഓടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് 2 പേരും ഒരേ ദിശയിലാണ് സഞ്ചരിക്കുന്നത്. ഇപ്പൊ 2 പേരും ഒരേ ദിശയിൽ സഞ്ചരിച്ചാൽ സ്പീഡ് അല്ലെങ്കിൽ വേഗത കാണാൻ എന്ത് ചെയ്യണം? 2 പേരുടെയും സ്പീഡ് തമ്മിൽ കുറയ്ക്കുക. അപ്പൊ 2 പേരുടെയും സ്പീഡ് തമ്മിൽ കുറയ്ക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? വേഗത കിട്ടും. പിന്നെ നമുക്ക് അവിടെ ഓൾറെഡി ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് അല്ലേ? 2 പേരുടെയും ഇടയിലുള്ള ദൂരം എത്രയാണെന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. 50 മീറ്റർ ആണ് ദൂരം എന്ന് പറയുന്നത്. റിലേറ്റീവ് സ്പീഡ് കാണാൻ 2 പേരുടെയും വേഗത തമ്മിൽ
കുറയ്ക്കുക. അങ്ങനെയാണെങ്കിൽ എത്ര സമയം കൊണ്ട് പോലീസുകാരൻ കള്ളനെ പിടിക്കും? സമയം കണ്ടാൽ മതി. സമയം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ദൂരത്തിനെ വേഗതയുമായിട്ട് ഹരിക്കുക. വളരെ സിമ്പിൾ ആയ ഒരു ചോദ്യമാണ്. ചെയ്യുക, എന്നിട്ട് ആൻസർ കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ.